അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. കാസർഗോഡ് നിന്ന് ജനുവരി 4-ാം തീയതിയാണ് യാത്ര ആരംഭിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ഇതിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് നേരെ ആലപ്പുഴയിലോട്ടാണ് ഇനി ഞങ്ങൾ യാത്ര തുടരുന്നത്. തിരുവനന്തപുരം വരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉത്തുതീരിച്ചവർ യാത്രയായി അവയവദാനത്തിൻ കേളിക്കൂട്ടി നേസത്തെ നിന്റെ സന്ദേശയാത്ര ജനതയെയൊക്കെ ഉണർത്തിക്കൊണ്ട് അവയവദാനത്തിനായിക്കൊണ്ട് കൈരളി തന്നോടെ പ്രിയ മക്കൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിങ്ങളും ഒരു കൂട കീഴിലായി നിറന്നു ഒരു നല്ല നാടിന്നു പിറവി കൊണ്ടു കേവല സ്നേഹത്തിൽ റോസപ്പൂക്കൾ എമ്പാടും വാരി വിതറിക്കൊണ്ട് ഒത്തുചേരാം പ്രിയ കൂട്ടുകാരെ ഒരുമിക്കാം എൻ പ്രിയ സോദരരെ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഏറ്റവും ഗൌരവമായ ഒരു പഠനത്തിന് വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് അവയവദാനം. അവയവദാന രംഗത്ത് പല പല പ്രവർത്തനങ്ങൾ പലരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ഏകീകരണ സ്വഭാവം നൽകുക, അതുപോലെ തന്നെ അവയവദാനം എന്നുള്ള സന്ദേശം സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകളിലും അതുപോലെ തന്നെ യുവജനങ്ങളിലും എത്തിക്കുക എന്നിങ്ങനെ 2 ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതേസമയം ഈ ഓരോ ക്ലബ്ബുകൾ അവരുടെ രീതിയിൽ നടത്തുന്നത് അത് വിദ്യാലയങ്ങളിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രധാനമായും കേരളത്തിലെ കലാലയങ്ങളും കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അത് രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തതും യാത്ര ഒരു യാഥാർത്ഥ്യമാക്കിയതും. ഈ യാത്രയ്ക്ക് തുടക്കത്തിൽ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എല്ലാ പ്രോത്സാഹനവും നൽകിയത് സാനുമാഷാണ്. പ്രൊഫസർ MK സാനു, അടൂർ സാറും എല്ലാ സഹായങ്ങളും നൽകി. ഇത് നാടൻ പാട്ടുകൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഓട്ടംതുള്ളലാണ് ഹൈലൈറ്റ് പ്രോഗ്രാം. പിന്നെ സിഗ്നേച്ചർ എന്ന പേരിലുള്ള കാഞ്ഞങ്ങാട്ടെ കുറച്ച് സുഹൃത്തുക്കൾ ഇറക്കിയ ഒരു ഷോർട്ട് ഫിലിമാണിത്. പിന്നെ ക്ലാസുകളുണ്ട്, ടെസ്റ്റിമണികളുണ്ട്, ഓരോരുത്തരുടെ സാക്ഷ്യപത്രങ്ങൾ. അങ്ങനെ ജനങ്ങളെ പ്രബുദ്ധരാക്കുന്ന ഈ ഒരു വിഷയത്തോട് കുറിച്ച് അവരേക്ക് ഒരു വ്യക്തമായ ഒരു സന്ദേശം നൽകുന്ന നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിയെ ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിരുന്നു. ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഈ യാത്രക്കിടയിൽ തന്നെ കുറെ സ്കൂളിലെ കുട്ടികൾ നമ്മളോട് പറയണ്ടേ, സാറ് ആദ്യം എന്തെങ്കിലും സ്പീച്ച് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവർ എത്ര ഓട്ടംതുള്ളൽ കണ്ട ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഓട്ടംതുള്ളൽ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പൊ അവരെ മുമ്പിൽ ഓട്ടംതുള്ളൽ ആദ്യമായിട്ട് കാണുക എന്നൊരു ചിന്ത ഒന്ന്. പിന്നെ അതുമല്ല, ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാൻ നമുക്ക് കുഞ്ചൻ നമ്പ്യാർ തന്നൊരു എളുപ്പ വഴി, കഥകളിയേക്കാളും സിമ്പിളായിട്ട് ജനങ്ങളിൽ കാര്യം എത്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഓട്ടംതുള്ളൽ. അതുകൊണ്ട് ഓട്ടംതുള്ളൽ തെരഞ്ഞെടുത്തത് ജനങ്ങളിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു നാടകം കളിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു സംഘഗാനം പാടുന്നതിനേക്കാളും ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ ഈ ഓട്ടംതുള്ളൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള
അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നഴ്സുമാരുടെ ജീവകാരുണ്യ സന്നദ്ധ സംഘടനയായ നഴ്സസ് ലൈനിന്റെയും കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അവയവദാതാവാണ് താരം എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന അവയവദാന ബോധവൽക്കരണ സന്ദേശ കലാജാഥയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കാസർഗോഡ് നിന്നും സമാരംഭിച്ച ഈ കലാജാഥ കേരളത്തിലെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജയിലുകൾ, സായുധ സേനാ ക്യാമ്പുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന നിരവധിയിടങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാപരിപാടികളുടെ അകമ്പടിയോടെ അവയവദാനമെന്ന സമാനതകളില്ലാത്ത സാമൂഹ്യ മൂല്യത്തിന്റെ പ്രചാരണത്തിനായി ഞങ്ങൾ ഈ യജ്ഞം നടത്തുകയാണ്. 20,000-ലധികം ആളുകൾ സമ്മതപത്രം പൂരിപ്പിച്ച് നൽകി ഈ മഹാവിപ്ലവത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അത് സൂചിപ്പിക്കുന്നത് അവയവദാനം എന്നുള്ള സത്കർമ്മത്തിന്റെ പ്രസക്തി ഇന്നത്തെ തലമുറ അത് അർഹിക്കുന്ന ഗൌരവത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. കൈരളി ജയ കൈരളി ജയ കൈരളി ജയ കൈരളി ജയ. തുള്ളൽ കഥകളിൽ കാര്യമതേറെ ഇക്കഥ കേട്ടക തുള്ളരുതാരും. തുള്ളൽ കഥകളിൽ കാര്യമതേറെ ഇക്കഥ കേട്ടക തുള്ളരുതാരും. ഉൾപ്പുളകത്തോടാളുകൾ കേൾക്കും അവയവദാന കഥകൾ ചൊല്ലാം. ഉൾപ്പുളകത്തോടാളുകൾ കേൾക്കും അവയവദാന കഥകൾ ചൊല്ലാം. അവയവദാനത്തിനായി മുന്നിൽ ചാടി വരുന്നോരാളുകളുണ്ട്. അവയവദാനത്തിനായി മുന്നിൽ ചാടി വരുന്നോരാളുകളുണ്ട്. അതിനായി സമ്മതപത്രങ്ങളുമായി തേടി വരുന്ന മിടുക്കരുമുണ്ട്. മറ്റൊരു കൂട്ടർ ഇത് കേൾക്കുമ്പോൾ പേടിച്ചിട്ട് മൂത്രമൊഴിക്കും. മറ്റൊരു കൂട്ടർ ഇത് കേൾക്കുമ്പോൾ പേടിച്ചിട്ട് മൂത്രമൊഴിക്കും. പേടിത്തൊണ്ടന്മാരായുള്ളവർ സമ്മതപത്രം ഒപ്പിടുകില്ല. പേടിത്തൊണ്ടന്മാരായുള്ളവർ സമ്മതപത്രം ഒപ്പിടുകില്ല. അറിയാതെങ്ങാൻ ഒപ്പിട്ടെന്നാൽ ഊണുമില്ല ഉറക്കവുമില്ല. അറിയാതെങ്ങാൻ ഒപ്പിട്ടെന്നാൽ ഊണുമില്ല ഉറക്കവുമില്ല. ഉളുവടി വീരനായൊരു മാന്യൻ കവലയിലെങ്ങും പാടി നടപ്പൂ. ഉളുവടി വീരനായൊരു മാന്യൻ കവലയിലെങ്ങും പാടി നടപ്പൂ. സമ്മതപത്രം ഒപ്പിട്ടെങ്കിൽ ചങ്കും മാങ്ങയുമായവർ മുങ്ങും. സമ്മതപത്രം ഒപ്പിട്ടെങ്കിൽ ചങ്കും മാങ്ങയുമായവർ മുങ്ങും. കയ്യും കാലും കൂച്ചിക്കെട്ടി കിടുങ്ങാമണിയും ചെത്തിയെടുക്കും. കയ്യും കാലും കൂച്ചിക്കെട്ടി കിടുങ്ങാമണിയും ചെത്തിയെടുക്കും. അവയവദാന കാര്യം മാത്രം ഓർക്കാൻ വയ്യൻ പരദേവതകളെ. അവയവദാന കാര്യം മാത്രം ഓർക്കാൻ വയ്യൻ പരദേവതകളെ. രാത്രിയിൽ പേടി സ്വപ്നം കണ്ടു നിലവിളി കൂട്ടുന്നവരിവിടുണ്ട്. രാത്രിയിൽ പേടി സ്വപ്നം കണ്ട് നിലവിളി കൂട്ടുന്നവരിവിടുണ്ട്. ചിലരാകട്ടെ സ്വപ്നം കണ്ട് നെഞ്ചും തല്ലി തറയിൽ വീഴും. ചിലരാകട്ടെ സ്വപ്നം കണ്ട് നെഞ്ചും തല്ലി തറയിൽ വീഴും. മീൻ വെട്ടുന്നൊരു കത്തിയുമായി കിഡ്നി മുറിക്കാൻ ആളുകൾ വരുമോ? മീൻ വെട്ടുന്നൊരു കത്തിയുമായി കിഡ്നി മുറിക്കാൻ ആളുകൾ വരുമോ? സ്വപ്നം കണ്ടു നിലവിളി കൂട്ടിയോർ വന്നവരോട് ചോദിക്കുന്നു. സ്വപ്നം കണ്ട് നിലവിളി കൂട്ടിയോർ വന്നവരോട് ചോദിക്കുന്നു. കണ്ടൻ പൂച്ച വിലങ്ങനെ ചാടിയാൽ സമ്മതപത്രം ഒപ്പിടുകില്ല. കണ്ടൻ പൂച്ച വിലങ്ങനെ ചാടിയാൽ സമ്മതപത്രം. അവയവദാന ബോധവൽക്കരണ സന്ദേശ കലാജാഥ നയിക്കുന്ന നഴ്സസ് ലൈൻ എല്ലാ പ്രവർത്തകർക്കും അതിന്റെ കോർഡിനേറ്ററായ സിനിസാറിനോടുമുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ NSSന്റെ പേരിലും ഈ കോളേജിന്റെ എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സന്ദേശ കലാജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുണ്ട്.
കൈരളി ജയ കൈരളി ജയ കൈരളി ജയ കൈരളി ജയ. അവയവദാനം മാക്സിമം, അതായത് മാക്സിമം എന്നല്ല, ഇത് സംസ്ഥാനമായിട്ട് കേരളത്തെ മാത്രം മാറ്റുക എന്നല്ല നമ്മുടെ പ്രതീക്ഷ. ഈ യാത്രയോടെ അത് സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും ഇത് ഇനി വരുന്നത് ആരായാലും നമ്മളെ ശരിക്കും ബാക്കിലൂടെ ഒരു പിന്മുറക്കാരെ ഇതുപോലെ തിരിച്ച് തിരുവനന്തപുരം വരെ വരുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കാസർഗോഡ് പോകുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. UCB കോളേജിൽ ഏറ്റവും ഒരു പയ്യൻ ആക്സിഡന്റ് നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. തലേന്ന് ബൈക്ക് ആക്സിഡന്റ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് ഒരു പോലീസ് ഓഫീസറുടെ മകനാണ്. അപ്പോൾ ആ കുട്ടിയുടെ അവയവങ്ങളെല്ലാം ദാനം ചെയ്തിട്ടാണ്. കോളേജ് സ്കൂളിലെ പിന്നെ സെൽഫി രീതിയിലേക്ക് മാറിയതുകൊണ്ട് എല്ലാവർക്കും സെൽഫി എടുക്കാൻ, കഥ കേൾക്കാൻ വലിയ താല്പര്യമില്ല. എങ്കിൽ പോലും നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് എന്റെ ടീം മെമ്പേഴ്സാണ്. അവരുമായിട്ടുള്ള ആയിട്ടുള്ള അവരുടെ വ്യക്തിബന്ധം, അതുപോലെ തന്നെ അവരുടെ ഈ യാത്രയോട് അവർ കാണിച്ച ഒരു സമർപ്പണമുണ്ട്. അത് തുടക്കം മുതലേ തന്നെ ഈ യാത്രയിൽ ദൃശ്യമായിരുന്നു. ഈ യാത്ര അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത് 36 ദിവസത്തെ ഈ പരിപാടി മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേറ്റം ശ്രമകരമായ ഒരു കാര്യമാണ്. ഇതിന് എന്റെ കൂടെ ഫുൾ ടൈം എന്റെ കൂടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നത് സനൽ ജോയിയാണ്. പിന്നീട് ഞങ്ങൾ ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് ലോബിൾ ഡാനിയൽ എന്ന ഹൈദരാബാദ് സ്വദേശിയായ ഒരു മലയാളി, ഹൈദരാബാദുകാരനായ മലയാളി ലോബിൾ ഡാനിയൽ. അദ്ദേഹം MCA MBA കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഈ ടെക്നിക്കൽ പരമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റേതായ കുറെ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കലാപരമായ കാര്യങ്ങൾ, അതായത് മേക്കപ്പ്, ഓട്ടംതുള്ളൽ, അത് മാറി മാറി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോജ് സ്നേഹാലയവും ഗിരീഷ് ചേമിനിയുമാണ്. അവര് തുടക്കം മുതലേ തന്നെ ഈ ഒരു പരിപാടിയോട് 100% നീതി പുലർത്തുന്നത്. കാരണം അവർ ഒരു നാടകപരമായ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിലെ പാലിയേറ്റീവ് രംഗത്ത് അവർ വളരെ സജീവമാണ്. അപ്പോ ഇങ്ങനൊരു ആശയത്തോട് അവർക്ക് വളരെ താല്പര്യമായിരുന്നു തുടക്കം മുതലേ തന്നെ. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ അപ്പോൾ തന്നെ ഞങ്ങളെ തീർച്ചയായും ടീമിലുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുകയും ആ ഒരു ടീം സ്പിരിറ്റ് ആരംഭിച്ച ആ ദിവസം മുതൽ ഇന്ന് വരെ ആ ടീം സ്പിരിറ്റ് ഒരല്പം പോലും കുറഞ്ഞു പോകാതെ ഫുൾ ചാർജിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ അവർ നൽകുന്ന കോൺട്രിബ്യൂഷൻ അങ്ങേയറ്റം വലുതാണ്. ഞാൻ എന്റെ ടീമിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ നാടാകും കേരളത്തെ അവയവദാനത്തിൻ നാടാക്കിടാൻ വരുന്നിതാ ഞങ്ങൾ അണിയണിയാ അവയവദാനത്തിൻ സന്ദേശവുമായി മരണശേഷം മണ്ണിലേക്കു പോകും അവയവങ്ങളെല്ലാം ചീഞ്ഞു പോകും. സഹജർക്കായി നാം അതു പങ്കുവച്ച അവരിലൂടെ നാമും ജീവിച്ചിടും. ഞാൻ കൂടുതലും സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ഹൈദരാബാദിലാണെങ്കിലും ഞാൻ കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ച് ബേസിലാണെങ്കിലും ഞങ്ങൾ പുറത്തുപോയി കുറെ കൂടുതൽ സ്ലംസിലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റാണ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കേരളത്തിൽ നടത്തുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ നടത്തുന്നുള്ളതുകൊണ്ട് ഞാനത് ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ഞങ്ങളത് എല്ലാം ഷെഡ്യൂൾഡാണ് ഞങ്ങളുടെ പ്രോഗ്രാം. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണെങ്കിലും സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് സമയത്ത് എല്ലാം പ്രോഗ്രാം ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒരു സ്മൂത്ത് രീതിയിൽ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. മൃതശക്തിമണിയും നഴ്സുമാരുടെ സന്നദ്ധ സംഘടനയായ നഴ്സസ് ലൈനും കൈകോർത്തോട് ചെയ്യുന്ന അവയവദാന സന്ദേശ ബോധവൽക്കരണ കലാജാഥയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ജാഥ ലീഡർ ശിശു മുലപ്പള്ളി സാർ അവയവദാനത്തെക്കുറിച്ചും ഈ കലാജാഥയുടെ മേന്മയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ഞാനിവിടെ ക്ഷണിക്കുന്നു. അവയവദാന സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവസരം ഞങ്ങളുടെ ഈ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അവയവദാനമെന്ന മഹത്തായ സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുമെങ്കിൽ അത് തന്റെ സഹജീവിയോടുള്ള സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെ പ്രകടനമായി നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനാകുമെങ്കിൽ ഈ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് സമ്മതപത്രം ഒപ്പിട്ട് നൽകി കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയിലെ ഒരംഗമാകുവാൻ സാധിക്കുന്നതാണ്.
നിങ്ങളെ തേടിയെത്തിയിരിക്കുന്ന ഈ സുവർണാവസരം നിങ്ങൾ വിവേകത്തോടെ വിനിയോഗിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അവയവദാനം ചെയ്യൂ മകനെ, അവയവദാനം ചെയ്യൂ, അവയവദാനം ചെയ്യൂ മകനെ, അവയവദാനം ചെയ്യൂ. അവയവദാനമെന്നാൽ കാര്യമാതെന്താണ് ഒന്ന് പറഞ്ഞു തരൂ, ഞാനും കാര്യമറിഞ്ഞിടട്ടെ. മരിച്ചു കഴിഞ്ഞിരുമ്പോ നമ്മുടെ ഹൃദയവും കരളും വൃത്തി മറ്റൊരു മത്യനായി നൽകുവതാണത് പൊന്നുമോനെ. ശ്വാസകോശങ്ങളും ടിഷ്യൂസും മജ്ജയും ദാനം ചെയ്യാം, പാൻക്രിയാസും കൊടുക്കാം, ഒരു പുതുജീവിതം തളിരിടുവാൻ. തുടി മാറ്റി വയ്ക്കുവാനാ നാം അതു അൻപോടെ നൽകിടണം. നല്ലതു കാണുവാനാ നാം ഇരു കണ്ണും ദാനം ചെയ്യാം. ജാതിമതമില്ലാതെ ഉൾക്കണ്ണ മർത്യനെ കണ്ടിടുക, അവരുടെ സങ്കടങ്ങൾ കേൾപ്പാൻ മുന്നോട്ടു വന്നിടുക. സമ്മതപത്രം തരൂ അച്ഛാ, സമ്മതപത്രം തരൂ. അവയവദാനത്തിനായി ഞാനിത തയ്യാറായി കഴിഞ്ഞു. 2-3 വർഷമായി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ച്. ഞാൻ കൂടെ കൂടിയിട്ടൊരു 4-5 മാസമായതേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ താമസം, ഭക്ഷണം, കാര്യങ്ങൾ അങ്ങനെയുള്ള നോക്കണമായിരുന്നു. അപ്പോൾ അത് പലരായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കൂടുതലും സ്കൂളുകളിലാണ്, സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ റൂമുകളിലാണ് നമ്മൾ താമസ സൗകര്യം നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ആക്കിയത് 5 പേർക്കും വേണ്ടിയിട്ട്. എപ്പോഴും വാർത്തയിൽ കേൾക്കുന്നതാണ് അവയവം ദാനം ചെയ്ത പല വ്യക്തികളുടെ പേരുകൾ. പ്രശസ്തരായ ആൾക്കാരെന്ന് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത് ചിറ്റിലപ്പള്ളി, പിന്നെ അതുപോലെ തന്നെ ഫാദർ ഡേവിസ്, അങ്ങനെയുള്ള ആൾക്കാരെ അറിയുള്ളൂ. പക്ഷെ അതിലും കൂടുതൽ ആൾക്കാർ ദാനം ചെയ്ത ആൾക്കാരുണ്ട്, അവരെ പലരും അറിയുന്നില്ല. പിന്നെ അതിന് ദാനം ചെയ്ത് സ്വീകരിച്ചതിന് ശേഷം പല ബുദ്ധിമുട്ടുകൾ അറിയുന്ന ആൾക്കാരുണ്ട്, അവരെ അറിയുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അവയവം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാർ, അത് പലരും കൊടുക്കാൻ മടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അവയർനെസ് ക്ലാസ്സുകളിലൂടെ പല ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് മനസ്സിലാവും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവം കൊണ്ട് ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം അത് ഒരാൾക്ക് അയാളുടെ ജീവൻ നിലനിർത്താൻ അത് ഉപകരിക്കുമെങ്കിൽ അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചത്. മലപ്പുറത്ത് ഉണ്ടായ ഒരു ചെറിയൊരു സംഭവം പറയട്ടെ. അതായത് ഒരു സ്കൂളിൽ ചെന്നു, കുട്ടികൾ സമ്മതപത്രമായി വീടുകളിൽ ചെന്നു. കാരണം 18 വയസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ് അത് ഒപ്പിടാൻ. സമ്മതപത്രവുമായി വീടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ മാറി. PTA ഇടപെട്ടു. PTA പറഞ്ഞു ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഇത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവയവദാനം എന്നത് ഒരിക്കലും ചെയ്തുകൂടാനാവാത്ത ഒരു കാര്യമാണ്, അതൊരു അംഗീകരിക്കാനേ പറ്റില്ല. ഇത് PTA അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു കൊടുത്തത് തന്നെ വലിയ തെറ്റായിപ്പോയി എന്ന മട്ടിൽ അവർ പ്രതികരിക്കുകയും ഞങ്ങളോട് തിരിച്ചു പോകുമ്പോൾ സമ്മതപത്രങ്ങളെല്ലാം കളക്ട് ചെയ്ത് പോകാനാണ് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സമ്മതപത്രം കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന മട്ടിലാണ് അവർ സംസാരിച്ചത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്, അവർക്ക് യാതൊരു വിധത്തിലും അത് യോജിക്കാനാവില്ല എന്ന് പറഞ്ഞു. ഈ ടെക്നോളജിയുടെയും സ്വതന്ത്ര ചിന്തയുടെയും വിപ്ലവത്തിന്റെ എല്ലാം ഉത്തുംഗ ശൃംഖത്തിൽ എത്തി നിൽക്കുന്ന 21ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഇപ്പോഴും അങ്ങനെ മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുറകോട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒന്ന് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കണ്ടൻ പൂച്ച വിലങ്ങനെ ചാടിയാൽ സമ്മതപത്രം ഒപ്പിടുകില്ല. കണ്ടൻ പൂച്ച വിലങ്ങനെ ചാടിയാൽ സമ്മതപത്രം ഒപ്പിടുകില്ല. തട്ടിൻ മുകളിൽ പല്ലി ചിലച്ചാൽ അവയവദാനം പറ്റത്തില്ല. തട്ടിൻ മുകളിൽ പല്ലി ചിലച്ചാൽ അവയവദാനം പറ്റത്തില്ല. ചങ്കും കരളും മുറിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ വികലാംഗനുമാകും. ചങ്കും കരളും മുറിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ വികലാംഗനുമാകും. പറയുവതാരാ പറയുവതാരാ MA പാസായിട്ടു നടക്കും നാട്ടിലെ മാന്യൻ. പറയുവതാരാ MA പാസായിട്ടു നടക്കും നാട്ടിലെ മാന്യൻ. വിദ്യാഭ്യാസം കൊണ്ടൊരു ഗുണവും ഈ കൂട്ടർക്ക് ലഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസം കൊണ്ടൊരു ഗുണവും ഇക്കൂട്ടർക്ക് ലഭിച്ചിട്ടില്ല. പത്രം വായന ഇല്ല. പൊതുവിജ്ഞാനം പേരിനുമില്ല. പത്രം വായന ഇല്ല. പൊതുവിജ്ഞാനം പേരിനുമില്ല. ജീൻസും ഷൂസും തള്ളിക്കയറ്റി കൂളിംഗ് ഗ്ലാസും തലയിൽ വയ്ക്കും. ജീൻസും ഷൂസും തള്ളിക്കയറ്റി കൂളിംഗ് ഗ്ലാസും തലയിൽ വയ്ക്കും.
കണ്ടാൽ പക്ക മാന്യൻ തന്നെ ബോധം മാത്രം ലേശമില്ല. കണ്ടാൽ പക്ക മാന്യൻ തന്നെ ബോധം മാത്രം ലേശമതില്ല. പ്രേമം സിനിമ തലയ്ക്ക് പിടിച്ചു ജാടകൾ കാട്ടി ചെത്തി നടപ്പവർ. പ്രേമം സിനിമ തലയ്ക്ക് പിടിച്ച് ജാടകൾ കാട്ടി ചെത്തി നടപ്പവർ. മലരിനെ മാത്രം ധ്യാനിക്കുന്നു മനുഷ്യനെ മാത്രം അറിയുന്നില്ല. മലരിനെ മാത്രം ധ്യാനിക്കുന്നു മനുഷ്യനെ മാത്രം അറിയുന്നില്ല. നോക്കൂ മുന്നോട്ടേക്കൊരു നിമിഷം വഴികാട്ടികളായി മുന്നേ പോയവർ. നോക്കൂ മുന്നേറ്റേക്കൊരു നിമിഷം വഴികാട്ടികളായി മുന്നേ പോയവർ. ചിറ്റലപ്പള്ളി കൊച്ചൗസേപ്പും ചിറമേൽ ഡേവിസ് അച്ഛനുമുണ്ട്. ചിറ്റലപ്പള്ളി കൊച്ചൗസേപ്പും ചിറമേൽ ഡേവിസ് അച്ഛനുമുണ്ട്. അവരുടെ ചെയ്തികൾ കണ്ടുമനേകർ കരളും കിഡ്നിയും പകുത്തു നൽകി. അവരുടെ ചെയ്തികൾ കണ്ടുമനേകർ കരളും കിഡ്നിയും പകുത്തു നൽകി. നാടിൻ മാതൃകയാക്കാനായി മുൻപേ പാറും പക്ഷികളാണിവർ. നാടിൻ മാതൃകയാക്കാനായി മുൻപേ പാറും പക്ഷികളാണവർ. അവയവദാനം കൈരളി തന്നുടെ സംസ്കാരത്തിൻ ഭാഗമതല്ലോ. അവയവദാനം കൈരളി തന്നുടെ സംസ്കാരത്തിൻ ഭാഗമതല്ലോ. നമ്മുടെ മരണം മറ്റൊരുവനു ജീവൻ നൽകിക്കൊണ്ടാവട്ടെ. നമ്മുടെ മരണം മറ്റൊരുവനു ജീവൻ നൽകിക്കൊണ്ടാവട്ടെ. അവരെന്നായി തണലേകീടും വൻമരമായി മാറുക നമ്മൾ. അവരെന്നായി തണലേകീടും വൻമരമായി മാറുക നമ്മൾ. നമ്മുടെ ഈ ചെറു ജീവിതമെന്നും നിളപോലൊഴുകി മതിച്ചിടട്ടെ. നമ്മുടെ ഈ ചെറു ജീവിതമെന്നും നിളപോലൊഴുകി മതിച്ചിടട്ടെ. നാടിൻ നന്മകരേറ്റാനായിട്ടൊരു നിമിഷം നാം കൈകൾ കോർക്കാം. നാടിൻ നന്മകരേറ്റാനായിട്ടൊരു നിമിഷം നാം കൈകൾ കോർക്കാം. കണ്ണും കിഡ്നിയും കരളും ചങ്കും പാൻക്രിയാസും തൊലിയും പിന്നെ. കണ്ണും കിഡ്നിയും കരളും ചങ്കും പാൻക്രിയാസും തൊലിയും പിന്നെ. ലംസും വാൽവുകളും നൽകിയിടാം അവയവദാന പെരുമയ്ക്കായി. ലംസും വാൽവുകളും നൽകിയിടാം അവയവദാന പെരുമയ്ക്കായി. അതുവഴി നന്മ വരുത്തിയിടാമിനി ഒപ്പിടുതേവായി സമ്മതപത്രം. അതുവഴി നന്മ വരുത്തിയിടാമിനി ഒപ്പിടുതേവായി സമ്മതപത്രം. അവയവദാതാവാകൂ നിങ്ങൾ നാടിൻ പെരുമ പരത്തൂ നിങ്ങൾ. 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 കൈരളി ജയ കൈരളി ജയ കൈരളി ജയ കൈരളി ജയ. ഫണ്ടെന്ന് പറയാൻ ഒരുപാട് നമുക്ക് ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മെയിനായിട്ട് സ്പോൺസറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂടുതലായിട്ടും സാറിന്റെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്താണ് സ്റ്റാർട്ടിങ്ങിൽ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ചില സ്ഥലങ്ങളിൽ വ്യാപാരികളുടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ബാക്കിയെല്ലാം കംപ്ലീറ്റും ഇത് തന്നെയായിരുന്നു. മെയിനായിട്ട് കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്തതാണല്ലോ. ജീവിച്ചിരിക്കേ ചെയ്യും നന്മ തുടരാമരണത്തിലൂടെ പോലും അതിനായി നമ്മെയോരുക്കിടാനാ ലൈനിന്റെ കാലാജാതയും. പോസിറ്റീവ് റെസ്പോൺസ് ആണ് കൂടുതൽ. 99% പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അവർ സമ്മതപത്രം ഒപ്പിട്ട് തരുന്നു. അവർ ഈ ഒരു ആശയം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഓട്ടം തുള്ളലിനെ കുറിച്ച് നല്ലൊരു റെസ്പോൺസ് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈനിലും അതിനനുസരിച്ചുള്ള ഒരു പ്രചാരണം കൊടുക്കുന്നു. എല്ലാ കാര്യത്തിലും കേരളത്തിന്റെ പൊതുസമൂഹം ഈ യാത്രയെ തുറന്ന മനസ്സോടുകൂടി തുറന്ന ഹൃദയത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ട്. അവയവദാനമെന്നുള്ള വാക്യം കൈരളി തന്നാത്ത വാക്യമല്ലോ. ആ മഹക്കർമ്മത്തിലൂടല്ലോ മലയാള മണ്ണിന്റെ മക്കളാണ്. അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.